ഹലോ. അപ്പം നമുക്ക് 6th ചാപ്റ്ററിലേക്ക് പോയാലോ? 5th ചാപ്റ്റർ വരെ എല്ലാവരും പഠിച്ചോ? ഓക്കെ. അപ്പം നമ്മൾ 6th ചാപ്റ്ററിലേക്ക് പോവാണ്. 6th ചാപ്റ്ററിൻ്റെ പേരാണ് ചീണ്ട. ഇതൊരു ഖേൽ ഗീതാണ്. ഖേൽ ഗീത് എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കുമ്പോഴൊക്കെ പാടുന്നൊരു പാട്ട്. നിങ്ങൾ പല പല പാട്ടുകൾ പാടി കളിക്കാറില്ലേ? ഫോർ എക്സാമ്പിൾ റിങ്ക റിങ്ക റോസസ് അങ്ങനെയൊക്കെ പാടിയിട്ട് കളിക്കാറില്ലേ? അതേപോലെ നിങ്ങൾക്ക് കളിക്കുന്ന സമയത്ത് പാടിക്കൊണ്ട് കളിക്കാൻ പറ്റിയൊരു പാട്ടാണിത്. നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കിയാലോ? चीटा चीटा दूध ला कर दही जमा, बढ़िया बढ़िया दही जमा, खट्टा मीठा दही जमा. चीटा चीटा घन्ना ला कर शक्कर बना, चीटी भूखी आएगी चटपट वो खाएगी. चीटा चीटा शक्कर ला कर शरबत बना, चीटी प्यासी आएगी चटपट वो पी जाएगी. चीटा चीटा घर बना, चीटी धूप से आएगी, देख के खुश हो जाएगी, झट से वो रुक जाएगी. चीटा चीटा बाजार जा, शक्कर ला चावल ला रोटी ला पानी ला, झटपट जा झटपट आ. चीटी जब घर आएगी, देख के खुश हो जाएगी, तेरे ही गुन गाएगी तेरे ही गुन गाएगी. അപ്പം എങ്ങനെയുണ്ട് പാട്ട്? ഇഷ്ടമായോ? നമുക്കിതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ചീട്ട ചീട്ട ദൂദ്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ചീട്ട എന്ന് പറഞ്ഞാൽ ആരാണ്? ഉറുമ്പാണ് അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ ചീട്ടി എന്നല്ലേ ഉറുമ്പുകളെ പറയാ. അപ്പോൾ ഉറുമ്പുകൾ എന്താ ചെയ്യുക? ഉറുമ്പുകൾ ദിവസം മുഴുവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? പുറത്തൊക്കെ പോയി ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് പഞ്ചസാരയൊക്കെ ശേഖരിച്ച് ഗുഹയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഗുഹയിൽ ആരാ അവർക്ക് ഭക്ഷണം കൊടുക്കുക? ഇവിടെ ചീട്ടയാണ്. ചീട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉറുമ്പുകൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ഉറുമ്പുകളെയാണ് ചീട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചീട്ടയ്ക്ക് എന്തൊക്കെ ജോലിയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ചീട്ട ചീട്ട ദൂദ് ലാ. ദൂദ് എന്ന് പറഞ്ഞാൽ പാല്. ദൂദ് ലാക്കർ ദഹി ജമാ. ദൂദ് ലാക്കർ ദഹി ജമാ. അപ്പം ദൂദ് എന്ന് പറഞ്ഞാൽ പാല്, ദഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര്. അപ്പോൾ പാല് കൊണ്ടുവന്നിട്ട് തൈര് ഉണ്ടാക്കാനാണ് പറയുന്നത്. ബടിയ ബടിയ ദഹി ജമാ. നല്ല നല്ല ബടിയ എന്ന് പറഞ്ഞാൽ സൂപ്പർ, നല്ല സൂപ്പറായിട്ടുള്ള ദഹി ഉണ്ടാക്കി. ഖട്ട മീട്ട ദഹി ജമാ. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള ദഹി ഉണ്ടാക്കൂ. അപ്പം ഇതാണ് നമ്മുടെ ചീട്ടയുടെ ഒന്നാമത്തെ ജോലി ഇല്ലേ? ഇനി എന്തെങ്കിലും ജോലി ഉണ്ടോ നോക്കാം. ചീട്ട ചീട്ട ഖന്നാല കർ ശക്കർ ബനാ. ഖന്ന എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടോ, ഇവിടെ ഉണ്ട് ഖന്ന. ഖന്ന എന്ന് പറഞ്ഞാൽ കരിമ്പ് അല്ലെങ്കിൽ ഷുഗർ കെയിൻ. അപ്പം ഷുഗർ കെയിൻ കൊണ്ടുവന്നിട്ട് ഖന്ന ലാക്കർ ശക്കർ ബന, പഞ്ചസാര ഉണ്ടാക്കൂ. ചീട്ടി ഭൂക്കി ആയെगी. ചീട്ടിക്ക് വിശന്നായിരിക്കും വരിക. ഭൂക്കി എന്ന് പറഞ്ഞാൽ വിശന്നിട്ടായിരിക്കും ആയെगी വരിക. ചടപട് വോ ഖാ ജായെगी. അപ്പോൾ നമ്മൾ പഞ്ചസാര ഉണ്ടാക്കി ചീട്ട പഞ്ചസാര ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചീട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കാൻ. ചടപട് വോ ഖായെगी. ചീട്ട ചീട്ട ശക്കർല. അപ്പോൾ ശക്കർ എന്താ? പഞ്ചസാര. നമ്മൾ പറഞ്ഞു അല്ലേ? പഞ്ചസാര, ശക്കർ, ചീനി എന്നൊക്കെ പറയും പഞ്ചസാരയ്ക്ക്. ശക്കർ ലാക്കർ ഷർബത്ത് ബന. നിങ്ങൾക്ക് ഷർബത്ത് കുടിക്കാൻ ഇഷ്ടമാണോ? എന്താണ് ഷർബത്ത്? നല്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കി നമ്മൾ കുടിക്കുന്ന ഒരു വെള്ളമാണല്ലേ? ഓക്കെ. ചീട്ടി പ്യാസി ആയെगी ചടപട് വോ പി ജായെगी. അപ്പോൾ ചീട്ടി പ്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാഹം. അവർ ചീട്ടി ദാഹിച്ചായിരിക്കും ആയെगी വരിക. ചടപട് വോ പി ജായെगी. അപ്പോൾ അവർ ദാഹിച്ച് വരുന്ന സമയത്ത് വേഗം പെട്ടെന്ന് തന്നെ കുടിക്കും. चीटा चीटा घर बना, चीटी धूप से आएगी, देख के खुश हो जाएगी, छड़ से वो रुक जाएगी. അപ്പോൾ പറയുന്നത് എന്താണ് അടുത്തത്? ചീട്ട ചീട്ട വീടുണ്ടാക്കൂ. ഘർ വീട്, ഘർ ബന വീടുണ്ടാക്കൂ. ചീട്ടി ധൂപ് സെ ആയെगी. ധൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ. പുറത്ത് നല്ല വെയിലുണ്ടാവും. അപ്പോൾ വെയിലത്തുനിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടായിരിക്കും ചീട്ടി വരുന്നുണ്ടാവുക.
देख के खुश हो जाएगी. അപ്പം നിങ്ങളൊരു വീട് നല്ല വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അവർക്ക് ഭയങ്കര സന്തോഷമാവും. ചട് സേ വോ രുക് ജായേഗി. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് വിശ്രമിക്കും. ചീട്ട ചീട്ട ബസാർ ജാ. അപ്പോൾ ചീട്ട വേഗം ബസാറിൽ പോവും. ബസാറിൽ പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ടുവരേണ്ടത്? ശക്കർല, ചാവല്ല. അപ്പോൾ ശക്കർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പഞ്ചസാരയാണ്, ചാവൽ എന്ന് പറഞ്ഞാൽ അരിയാണ്, റോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയാണ്, പാനി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ചടപ്പട് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരൂ. അപ്പോൾ വീട്ടിലിരിക്കുന്ന ചീട്ടയ്ക്ക് നല്ല പണിയാണല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? चीटी जब घर आएगी देख के खुश हो जाएगी. तेरे ही गुण गाएगी, तेरे ही गुण ഗായകി. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചീട്ടി തളർന്ന് ക്ഷീണിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഖുഷ് ഹോ ജായകി. ഖുഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ ചീട്ടി വീട്ടിൽ ഘറിൽ തിരിച്ചെത്തുമ്പോൾ ഇതൊക്കെ കണ്ട് ഭയങ്കര ഖുഷാവും, ഭയങ്കര സന്തോഷമാവും. തേരേ ഈ ഗുൺ ഗായകി. അപ്പം നിങ്ങളെ തന്നെ, തേരേ എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ പ്രശംസിച്ച് പാട്ട് പാടും. ഗുൺ ഗായകി എന്ന് പറഞ്ഞാൽ പ്രശംസിച്ച് നിങ്ങളുടെ നല്ലത് പറയും. തേരേ ഹി ഗുൺ ഗായകി. നിങ്ങൾ വീട്ടിൽ അമ്മേനെയൊക്കെ സഹായിക്കാറുണ്ടോ? അമ്മേനെയും അച്ഛനെയും ഒക്കെ സഹായിക്കണം. വീട്ടിലെ ജോലികളൊക്കെ, പറ്റുന്ന ജോലികളൊക്കെ ചെയ്യണം ഈ ചീട്ട ചെയ്യും പോലെ. ഓക്കെ, അപ്പോൾ ഈ പാട്ട് ഇവിടെ കഴിയാണ്. എല്ലാവരും ഒന്ന് പാടി നോക്കണം കേട്ടോ. നമുക്കിതിൻ്റെ എക്സസൈസിലേക്ക് പോവാം. कविता में चीटे को कुछ काम करने के लिए कहा गया है. चीटे को कुछ काम, ചീട്ടയോട് കുറച്ച് ജോലി करने के लिए, അത് ചെയ്യാൻ വേണ്ടി कहा गया है പറഞ്ഞിട്ടുണ്ട്. वे क्या क्या काम है? എന്തൊക്കെ ജോലികളായിരുന്നു? ചിത്ര की सहायता से बताइए और कुछ वाक्य भी लिखिए. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു പാട്ടിൽ കുറേ ചിത്രങ്ങളുണ്ടല്ലേ. അപ്പം നിങ്ങൾ ഈ ഒരു തന്നിരിക്കുന്ന സ്പേസിൽ ആ ചിത്രങ്ങളൊക്കെ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്തായിരുന്നു? ചീറ്റേക്കോ ദൂത് ലാനാ ഹേ. അപ്പോൾ അതൊരു ജോലിയാണ്. അതുപോലെ പല പല ജോലികൾ ഈ പാട്ടിലുണ്ടല്ലേ. അപ്പം നിങ്ങൾ ആ ജോലികളുടെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുക. എന്നിട്ട് അത് എല്ലാ ജോലികളും ഇവിടെ വരി വരിയായിട്ട് എഴുതാം. നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മേലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആ ചിത്രങ്ങൾ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിലത്തെ എന്തായിരുന്നു? ഫസ്റ്റിലത്തത് ദഹി ബനാന അല്ലേ. പാല് കൊണ്ടുവന്നിട്ട് ദഹി ഉണ്ടാക്കണം, പിന്നെ വീടുണ്ടാക്കണം, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ ചിത്രങ്ങൾ നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം. ചീട്ടേക്കോ ഗന്ന ലാന ഓർ ശക്കർ ബനാന ഹേ, അതൊരു ജോലിയായിരുന്നില്ലേ? അതെ. പിന്നെയോ ചീട്ടേക്കോ ശക്കർ ലാന ഓർ ഷർബത്ത് ബനാന ഹേ. അടുത്തതോ ചീട്ടേക്കോ ഘർ ബനാന ഹേ. അപ്പം നിങ്ങൾ ഈ ബ്ലാങ്ക്സിലൊക്കെ ആൻസർ ഫില്ല് ചെയ്യാം. അടുത്തത് परिवार के सदस्य या अपने किसी मित्रों के लिए धन्यवाद कार्ड बनाइए. धन्यवाद कार्ड, धन्यवाद എന്ന് പറഞ്ഞാൽ താങ്ക് യു कार्ड. इस धन्यवाद कार्ड पर आप लिख सकते हैं कि आप यह धन्यवाद कार्ड उन्हें क्यों देना चाह रहे हैं. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾക്കൊരു താങ്ക് യു കാർഡ് ഉണ്ടാക്കണം. നല്ല ഭംഗിയായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് താങ്ക് യു എന്നൊക്കെ എഴുതിയിട്ട് അടിപൊളി ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതി വെക്കണം എന്തിനാണ്. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ, താങ്ക് യു ഫോർ ഗിവിങ് മീ യുവർ പെൻ, അല്ലെങ്കിൽ അമ്മ താങ്ക് യു ഫോർ മേക്കിംഗ് ദാറ്റ് ഫുഡ്. അങ്ങനെ ഹിന്ദിയിൽ നിങ്ങൾ ഓരോ സെൻറ്റൻസസ്, ചെറിയ സെൻറ്റൻസസ് എഴുതിയിട്ട് ഗിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ചെയ്യില്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് പെട്ടെന്ന് വരാം. ബൈ.